ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു പ്ലാൻ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ 42 ദിവസം കൊണ്ട് നമ്മൾ റാങ്ക് ഫയൽ ഫുള്ള് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി ഈ 42 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മൾ ഇനി മുതൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും തുടരുക. അപ്പോൾ നമുക്ക് നോക്കാം. ജലഗതാഗതമാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ജലഗതാഗതം ജോഗ്രഫിയാണ് ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഭാഗം മലയാളത്തിൻ്റെ കൂടി ഉണ്ട്. മലയാളത്തിൽ ഉദ്ധരണികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം മാത്രമേ വിട്ടിട്ടുള്ളൂ. അത് നിങ്ങളൊന്ന് നോക്കുക. അല്ലാത്ത വേറെ എല്ലാ ഭാഗവും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ജലഗതാഗതമാണ് ഇന്നെടുക്കുന്നത്. നോക്കാം. ഇന്ത്യയിലെ ദേശീയ ഉൾനാടൻ ജലഗതാഗതം, പ്രമുഖ തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം എന്നിവ നിയന്ത്രിക്കുന്ന പരമോന്നത സ്ഥാപനമാണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ഗതാഗത മന്ത്രാലയം, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. 1986 ഒക്ടോബർ 27 നിലവിൽ വന്നു. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ വികസനവും നിയന്ത്രണവുമാണ് IWAIയുടെ ധർമ്മം എന്ന് പറയുന്നത്. IWAIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നോയിഡയിലാണ്, ഉത്തർപ്രദേശിലാണ് കേട്ടോ. നോയിഡ, ഉത്തർപ്രദേശ്. എന്തോ ഒരു ഓർമ്മയിൽ എങ്ങനെയാണ് വായിച്ചു പോയതാണ്. അപ്പം IWAIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നോയിഡയിലാണ്, ഉത്തർപ്രദേശിലാണ്. IWAI റോറോ സംവിധാനം ആരംഭിച്ചത് മചൂലി ദ്വീപിലാണ്. അസമിലെ നഗ്മാട്ടിയെ മചൂലി ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത മേഖലയിലെ മാനവ വിഭവശേഷി വികസിപ്പിച്ചെടുക്കുന്നതിനായി IWAIയുടെ കീഴിൽ രൂപപ്പെട്ട സ്ഥാപനം NINIയുടെ ആസ്ഥാനം പാറ്റ്നയാണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ആൻഡ് പോർട്ട് കോർപ്പറേഷൻ, കൊൽക്കത്ത, 1967. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25. ദേശീയ ജലഗതാഗത നിയമം 2016 നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. ഇത് അനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ ആകെ 111 ദേശീയ ജലപാതകളുണ്ട്. ഏറ്റവും പ്രധാന ദേശീയ ജലപാതകൾ നോക്കാം. ദേശീയ ജലപാത 1. ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള ജലപാതയാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെ ഉത്തർപ്രദേശിലെ അലഹബാദുമായി ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത 1 ആണ്. ദേശീയ ജലപാത 1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദേശീയ ജലപാത 1ന്റെ ഗതാഗത വിസ്തൃതിയും അനുബന്ധ വികസനങ്ങളും നടപ്പിലാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ്. അസമിലെ സാദിയ, ധൂബ്രി എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. 891 കിലോമീറ്ററാണ് ഈ പാതയുടെ നീളം വരുന്നത്. ദേശീയ ജലപാത 3 NW3 വെസ്റ്റ് കോസ്റ്റ് കനാലിനെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. കൊല്ലം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 3ന്റെ നീളം 365 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത 3 ആണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 4 ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ നീളുന്ന 1078 കിലോമീറ്റർ നീളമുള്ള ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 4. 2008 നവംബർ 25 ദേശീയ ജലപാത പ്രഖ്യാപിക്കപ്പെട്ട ഈ ദേശീയ ജലപാത ഗോദാവരി, കൃഷ്ണ നദികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 5 തൽച്ചാർ, താമ്ര എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 5. 2008 നവംബർ 25 പ്രഖ്യാപിക്കപ്പെട്ടു. ബ്രാഹ്മണി, മഹാനദി എന്നീ നദികളിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ നദി ദേശീയ ജലപാതയ്ക്ക് 623 കിലോമീറ്റർ നീളമുണ്ട്. കേരളത്തിൽ നിന്നും ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ദേശീയ ജലപാതയാണ് NW13 AVM കനാൽ എന്ന് പറയുന്നത്. പൂവാർ, ഇരയിമ്മൻ, തുറൈ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാതകൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാതകളുടെ എണ്ണം 5 ആണ്. നാഷണൽ വാട്ടർവേ 3 കൊല്ലം ടു കോഴിക്കോട്, നാഷണൽ വാട്ടർവേ 8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി, നാഷണൽ വാട്ടർവേ 9 ആലപ്പുഴ കോട്ടയം, നാഷണൽ വാട്ടർവേ 13 ആണെങ്കിൽ പൂവാർ, ഇരയിമ്മൻ, തുറൈ തമിഴ്നാട്,
നാഷണൽ വാട്ടർവേ 59, കോട്ടയം വൈക്കം. ഇനി അടുത്തതായിട്ട് തുറമുഖങ്ങളാണ്. നാവിക ഗതാഗത മേഖലകളിൽ ഏറ്റവും വലിയ വ്യാപാര കപ്പൽ സമുച്ചയമുള്ള രാജ്യമാണ് ഇന്ത്യ. എല്ലാ സർക്കാർ തുറമുഖങ്ങളും ഗ്രീൻ എനർജിയിൽ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 3 വി.ഒ. ചിദംബരനാർ, ചെന്നൈ കാമരാജർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ സംരക്ഷണം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ചുമതലയിലാണ്. അതേസമയം ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. മുംബൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്നു. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ബോംബെ പോർട്ട് ട്രസ്റ്റ് സ്ഥാപിതമായത് 1873. ഇന്ത്യയിലെ ആദ്യ വൈറ്റ് ഡോക്കായ സസൂൺ ഡോക്ക് 1875 മുംബൈ തുറമുഖത്ത് നിലവിൽ വന്നു. മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. മുംബൈ തുറമുഖത്തിൻ്റെ ഡോക്കുകൾ ഇന്ദിര പ്രിൻസ് വിക്ടേഴ്സ്. മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറക്കാനായി പണി കഴിപ്പിച്ച തുറമുഖങ്ങളാണ് നവശേവ തുറമുഖം, കാണ്ട്ല തുറമുഖം. ഇന്ത്യയിലെ നിലവിൽ വരുന്ന പുതിയ തുറമുഖമാണ് വധവൻ, മഹാരാഷ്ട്ര. നവശേവ തുറമുഖം. നവശേവ തുറമുഖത്തിൻ്റെ പഴയ പേരാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. 1989 മെയ് 26 കമ്മീഷൻ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ്. ഇന്ത്യയും ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. നിലവിൽ 5 കണ്ടെയ്നർ ടെർമിനലുകളാണ് ജവഹർലാൽ നെഹ്റു തുറമുഖ ട്രസ്റ്റ് നിയന്ത്രിക്കുന്നത്. ജവഹർലാൽ നെഹ്റു പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ നവശേവ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലാണ്. ഗേറ്റ്വേ ടെർമിനൽസ് ഇന്ത്യ പ്രൈ ലിമിറ്റഡ്, ഭാരത് മുംബൈ കണ്ടെയ്നർ ടെർമിനൽസ് ലിമിറ്റഡ്. നവശേവ ഇൻ്റർനാഷണൽ ഗേറ്റ്വേ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ ടെർമിനലാണ് നവശേവ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. ആഗോളത്തിലുള്ള കണ്ടെയ്നർ തുറമുഖത്തിൽ 33-ാം സ്ഥാനമാണ് ഈ തുറമുഖത്തിന്. ഭക്ഷ്യ എണ്ണ റിഫൈനറി നിലവിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം. ഇന്ത്യയുടെ ആദ്യ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല നിലവിൽ വരുന്ന തുറമുഖം. ദീൻ ദയാൽ തുറമുഖം ഇന്ത്യയുടെ പശ്ചിമ തീരത്തെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്ത്. ദീൻ ദയാൽ തുറമുഖം പണി കഴിപ്പിച്ചത് 1950-ലാണ്. ദീൻ ദയാൽ തുറമുഖത്തിൻ്റെ പഴയ പേര് കാണ്ട്ല തുറമുഖം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം. ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായി കാണ്ട്ല തുറമുഖത്തെ പ്രഖ്യാപിച്ച വർഷം 1965. തുറമുഖങ്ങളുടെ ഡിജിറ്റൽ മോണിറ്ററിംഗ് നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് മൈ പോർട്ട്. ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകയിലെ ഏക മേജർ തുറമുഖമാണ്. മംഗലാപുരം തുറമുഖം എന്നും അറിയപ്പെടുന്നു. ഈ തുറമുഖം 1974-ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1974 മെയ് 4 രാജ്യത്തെ 9ാമത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആദ്യകാലത്ത് പനമ്പൂർ തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണ്. കർണാടകത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം പ്രധാനമായും കുന്ദ്രമുഖ്, ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിതമായ തുറമുഖം. ചെന്നൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ കിഴക്കൻ തീര തുറമുഖമാണ്. 1851 പ്രവർത്തനം ആരംഭിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേയൊരു തുറമുഖമാണ് ഇന്ത്യൻ തുറമുഖമാണ്. ചെന്നൈ തുറമുഖം ഇന്ത്യയിൽ വലുപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള തുറമുഖം. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ്. മേജർ തുറമുഖങ്ങൾ. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13, പൊതുമേഖല 12, സഹകരണ മേഖല 1. ഇന്ത്യയിലെ 13 മേജർ തുറമുഖങ്ങളായി ഉയർത്തപ്പെട്ടത് പോർട്ട് ബ്ലെയർ ആണ്, ആൻഡമാൻ നിക്കോബാർ. പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010 ജൂൺ 1-നാണ്. പശ്ചിമ തീര തുറമുഖങ്ങൾ. കൊച്ചി, കേരളം. ന്യൂ മാംഗ്ലൂർ കർണാടക, മർമഗോവ ഗോവ, ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്ര, മുംബൈ മഹാരാഷ്ട്ര, ദീൻ ദയാൽ ഗുജറാത്ത്. പൂർവ്വതീര തുറമുഖങ്ങൾ വി.ഒ. ചിദംബരനാർ തൂത്തുക്കുടി തമിഴ്നാട്, ചെന്നൈ തമിഴ്നാട്, കാമരാജൻ എണ്ണൂർ തമിഴ്നാട്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, പാരാദ്വീപ് ഒഡീഷ, ഹാൽഡിയ പശ്ചിമ ബംഗാൾ, പോർട്ട് ബ്ലെയർ ആൻഡമാൻ. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് ഡോക്ക്.
ഒരു തുറമുഖത്തിൻ്റെ സേവനം ലഭ്യമാക്കുന്ന പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഹിൻഡർലാൻഡ്. വി.ഒ. ചിദംബരനാർ തുറമുഖം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വി.ഒ. ചിദംബരനാർ തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം വി.ഒ. ചിദംബരനാർ തുറമുഖമാണ്. ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് തൂത്തുക്കുടി തുറമുഖം എന്നായിരുന്നു. തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ മേജർ തുറമുഖമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 1974 ജൂലൈ 11-ന്. 1996 ISO 902 വർഷ അംഗീകാരവും 2005 ISO 14001 2004 അംഗീകാരവും ലഭിച്ചു. തൂത്തുക്കുടി തുറമുഖം വി.ഒ. ചിദംബരനാർ പോർട്ട് ട്രസ്റ്റ് നാമകരണം ചെയ്ത വർഷം 2011 ഫെബ്രുവരി 11-നാണ്. 2011 ഫെബ്രുവരി 11-നാണ് തൂത്തുക്കുടി തുറമുഖം വി.ഒ. ചിദംബരനാർ ട്രസ്റ്റ് പുനർനാമകരണം ചെയ്ത വർഷം. വി.ഒ. ചിദംബരനാർ തുറമുഖത്തിൻ്റെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നം ഉപ്പാണ്. ഗോവയിലെ ഏക മേജർ തുറമുഖം മർമഗോവയാണ്. നദി സുവാരി നദിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖമാണ് മർമഗോവ. കാമരാജൻ തുറമുഖം. കാമരാജൻ തുറമുഖത്തിൻ്റെ പഴയ പേര് എണ്ണൂർ തുറമുഖം. 1999 മാർച്ചിൽ മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണ് കാമരാജൻ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം. ഒരു തുറമുഖം എന്ന നിലയിൽ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യാനായി ആരംഭിച്ച തുറമുഖമാണ്. ചെന്നൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് നിർമ്മിക്കപ്പെട്ട തുറമുഖമാണ് കാമരാജൻ തുറമുഖം. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നു. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണ് കാമരാജൻ തുറമുഖം. ലോകത്തിലെ ആദ്യ CNG പോർട്ട് ടെർമിനൽ നിലവിൽ വരുന്നത് ഭാവ്നഗർ, ഗുജറാത്ത്. കൽക്കത്ത തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൽക്കത്ത തുറമുഖം. ഹൂഗ്ലി നദിയിലാണ് കൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ ഇന്ത്യയിലുള്ള കവാടം എന്നറിയപ്പെടുന്നു. കൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം ഹാൽഡിയ. കൽക്കത്ത തുറമുഖത്തിൻ്റെ ഭാഗമാണ്. ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഹാൽഡിയയാണ്. വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം. ബംഗാൾ ഉൾക്കടലിലെ ഏക പ്രകൃതിദത്ത തുറമുഖമാണ്. പൂർവ്വതീര രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം. തെക്കനേഷ്യയിലെ ആദ്യത്തെ അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൂടിയിട്ടാണ്. ഡോൾഫിൻ നോസ്, റോസ്ഫിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖമാണ്. മറ്റു തുറമുഖങ്ങൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം 1972. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, മുദ്ര. ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങൾ പിപ്പാവാവ്, മുദ്ര, കൃഷ്ണപട്ടണം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപ്പാവാവാണ്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മാധ്രയാണ്, ഗുജറാത്ത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപട്ടണം തുറമുഖം ആണ് സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖം. നവയുഗ ഗ്രൂപ്പിനാണ് കൃഷ്ണപട്ടണം തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലാണ്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെട്ടിരുന്നത് അലാങ്ങാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം ഗംഗാവരമാണ്, ആന്ധ്രാപ്രദേശ്. 21 മീറ്ററാണ്. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണം മുംബൈ, കൊച്ചി. പാരാദ്വീപ് തുറമുഖം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. പാരാദ്വീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം മേജർ തുറമുഖമായി കമ്മീഷൻ ചെയ്ത ആദ്യ കിഴക്കൻ തീരത്തെ തുറമുഖമാണ്. 1966 ഏപ്രിൽ 18-ന് മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖമാണ്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങൾ പാരാദ്വീപ്, ന്യൂ മാംഗ്ലൂർ. ജപ്പാനിലേക്കുള്ള ഇരുമ്പയിര് കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് പാരാദ്വീപ്. പുതിയ തുറമുഖങ്ങൾ. ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചാബഹാർ തുറമുഖം. ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖമാണ് ഗ്വാദർ തുറമുഖം. ചൈനയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഹംബൻ ടോട്ട തുറമുഖം. ഏതു തുറമുഖ വികസനത്തിനായി മ്യാൻമർ ഇന്ത്യയുടെ കരാറിൽ ഏർപ്പെട്ടത്? സിത്വേ തുറമുഖം, മ്യാൻമർ. കലഡാർ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ മ്യാൻമാറിൽ സിത്വേ തുറമുഖം വഴി കൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. ഇന്ത്യയും മ്യാൻമറും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. മേജർ പോർട്ട് ട്രസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1963. ഇന്ത്യ പോർട്ട് അസോസിയേഷൻ നിലവിൽ വന്നത് 1966. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ബോർഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ്, കൊൽക്കത്ത. നാഷണൽ മാരിടൈം അക്കാദമി ചെന്നൈയിലാണ്. മുൻപ് അറിയപ്പെട്ടിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ്. ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് സ്റ്റാൻഡ് ഓഫ് അഡ്വാൻസ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് മുംബൈയിലാണ്.
കപ്പൽ നിർമ്മാണശാലകൾ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയുടെ പൊതുമേഖലാ ആദ്യ ഷിപ്പിംഗ് കമ്പനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SCI ആണ്. SCIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുടക്കത്തിൽ HSLന് അറിയപ്പെട്ടിരുന്നത് സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനി ലിമിറ്റഡ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കപ്പലാണ് ജൽ ഉഷ. സിന്ധ്യ ഷിപ്പ്യാർഡിലാണ് ജൽ ഉഷ നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ISO 901-2000 അംഗീകാരം ലഭിക്കുന്ന ആദ്യ കപ്പൽ നിർമ്മാണശാലയാണിത്. HSL സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്ത്, ആന്ധ്രാപ്രദേശിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാണ്. ഷിപ്പ്യാർഡ് ഓഫ് ദ മില്ലേനിയം എന്ന് വിളിക്കപ്പെടുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായം നൽകിയത് ജപ്പാനാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനിയാണ് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ഇന്ദ്രനീലിമ. നോർവേയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായിട്ടുള്ള ASKO മാരിടൈമിന് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിട്ടുള്ള 2 ഓട്ടോണമസ് ഇലക്ട്രിക് ബാൻഡുകൾ മാരിസ് ആൻഡ് തെരേസ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മിച്ച് ഇന്ത്യയിൽ നേവിക്ക് കൈമാറിയിട്ടുള്ള ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് വിക്രാന്ത്. ഹുഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്ഥാപനമാണ് HCSL. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആദ്യത്തെ കപ്പൽ റാണി പത്മിനിയാണ്. രണ്ടാമത് റാണി പത്മാവതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വരുന്ന ഷിപ്പ്യാർഡ് വല്ലാർപാടം ടെർമിനൽ. ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ കൊച്ചി എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ്. മറ്റ് ഷിപ്പ്യാർഡുകൾ. 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ഷിപ്പ്യാർഡാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, കൊൽക്കത്ത. മസഗോൺ ഡോക്കിൽ നിർമ്മിച്ച ആദ്യ യുദ്ധക്കപ്പലാണ് INS നീലഗിരി. ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ നിർമ്മാണ കേന്ദ്രം നിർദ്ദേശാണ്. നിർദ്ദേശിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്. നിർദ്ദേശിൻ്റെ ആസ്ഥാനം ചാലിയം, കോഴിക്കോട്. ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും യുദ്ധക്കപ്പലുകൾക്ക് നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിതമായിട്ടുള്ള കപ്പൽ നിർമ്മാണശാലയാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഗോവ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച പ്രധാന കപ്പലാണ് INS തരങ്കിണി. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണത്താണ്. നാഷണൽ അതോറിറ്റി ഓഫ് ഷിപ്പ് റീസൈക്ലിംഗ് നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഗാന്ധിനഗറാണ്. ഇന്ത്യയിലെ ആദ്യ CNG പോർട്ട് ടെർമിനൽ നിലവിൽ വരുന്നത് ഭാവ്നഗറാണ്. കപ്പലോട്ടിയ തമിഴൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പൽ SS ഗാലിയാണ്. SS ഗാലിയ എന്ന കപ്പൽ നിർമ്മിച്ചത് VO ചിദംബരപ്പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരപ്പിള്ളയാണ്. അടുത്തത് വ്യോമഗതാഗതമാണ് നോക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ആഭ്യന്തര വ്യോമഗതാഗത മേഖലയ്ക്ക് ലോകത്ത് 3ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് JRT ടാറ്റയാണ്. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം 1911 അലഹബാദ് 9. ഇന്ത്യയിലെ ആദ്യ എയർ മെയിൽ ആരംഭിച്ച വർഷം 1911. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയർ എയർവേസ് ആണ്, കറാച്ചി, ഡൽഹി. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ്. 1932 JRT ടാറ്റ സ്ഥാപിച്ച ടാറ്റ എയർലൈൻസ് ആദ്യ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെയാണ്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ JRT ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിൻ്റെ പ്രഥമ സർവീസ് നടത്തിയത് പൈലറ്റ് JRT ടാറ്റ. ദ ഹാവിലാൻഡ് പസ്മോത്ത് എന്ന സിംഗിൾ എഞ്ചിൻ വിമാനമാണ് JRT ടാറ്റ എയർലൈൻസിൻ്റെ പ്രഥമ വിമാന സർവീസിൽ ഉപയോഗിച്ചത്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1946. ഇന്ത്യൻ നാഷണൽ എയർവേസ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ എയർവേസ് എന്നീ 4 പ്രധാന കമ്പനികൾ വ്യോമഗതാഗതം ലഭ്യമാക്കിയ വർഷം 1947. ഇന്ത്യയിലെ രണ്ടാമത്തെ ആഭ്യന്തര എയർലൈൻസ് ഡെക്കാൻ എയർവേസ് ആണ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലാണ് ആഭ്യന്തര വ്യോമഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യകാല ദേശീയ വിമാന കമ്പനികൾ ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ. 1948 എയർ ഇന്ത്യയും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് രൂപീകരിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെയാണ്.
എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാൻ JRD ഡാറ്റയാണ്. നിലവിൽ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. രൂപീകൃതമായപ്പോൾ എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിൽ എയർലൈൻസ് പ്രവർത്തനം ആരംഭിച്ചത് 1953 ഓഗസ്റ്റ് 1. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനം മലബാർ പ്രിൻസസ് ആണ്. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പുറത്തിറക്കിയ പൈലറ്റ് ക്യാപ്റ്റൻ KR ഗുസ്ദാർ ആണ്. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം 1953 ഓഗസ്റ്റ് 1. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ആസ്ഥാനം കൊച്ചിയാണ്. 2007 ഓഗസ്റ്റ് 27 എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടി ചേർന്ന നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയി മാറി. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നം കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത് പറക്കുന്ന അരയന്നമാണ്. എയർ ഇന്ത്യയുടെ പഴയ ചിഹ്നം മഹാരാജയാണ്. 2021 ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ടാറ്റ സൺസിൻ്റെ അനുബന്ധ സ്ഥാപനമായ ടാലസ് പ്രൈവറ്റ് ലിമിറ്റഡ് എയർ ഇന്ത്യ ഏറ്റെടുത്തു. നിലവിലെ എയർ ഇന്ത്യ ചെയർമാൻ N ചന്ദ്രശേഖരനാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21. 1993 രൂപീകൃതമായ ജെറ്റ് എയർവേസ് പ്രവർത്തനം ആരംഭിച്ചത് 2019 ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. എയർബേസ് A320 വിമാനം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് കിങ്ഫിഷർ എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പുറത്തിറക്കിയ കമ്പനിയാണ് സ്പേസ് ജെറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ പാസഞ്ചർ എയർലൈൻ ഇൻഡിഗോ എയർലൈൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യ സ്ലീപ്പ് ആൻഡ് സർവീസ് 2020 ഒക്ടോബർ 31 ആരംഭിച്ചത് സബർമതി. അഹമ്മദാബാദിലെ സബർമതി മുതൽ കേവാദിയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കാണ് സർവീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും സഞ്ചരിക്കുന്നതിന് പ്രത്യേകമായി നിർമ്മിച്ച ബോയിങ് 777 വിമാനത്തിൻ്റെ പേര് എയർ ഇന്ത്യ 1 എന്നാണ്. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സഞ്ചരിക്കാനായി ഇന്ത്യ ബോയിങ് 777 വിമാനം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യ ബയോഫെൽ പവേർഡ് ഫ്ലൈറ്റ് ആരംഭിച്ച എയർലൈൻസാണ് സ്പേസ് ജെറ്റ്. ഡെറാഡൂൺ ടു ഡൽഹി വരെ ലോകത്തിലാദ്യമായി ഹൈഡ്രജൻ ഇലക്ട്രിക് പാസഞ്ചർ ഫ്ലൈറ്റിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയത് കമ്പനിയാണ് സീറോ ഏരിയ. വിമാനങ്ങളുടെ പറക്കലിനായി ടാക്സി ബോട്ട് ഉപയോഗിച്ച ലോകത്തിലെ ആദ്യ എയർലൈൻസാണ് എയർ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് ഫ്ലൈറ്റ് ആരംഭിച്ച എയർലൈൻസാണ് കോണ്ടാസ് എയർലൈൻസ്, ഓസ്ട്രേലിയ. കുറഞ്ഞ നിരക്കിൽ വിമാന യാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് ഉഡാൻ എന്ന് പറയുന്നത്. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ പറക്കാൻ ലൈസൻസ് ലഭിച്ച ആദ്യ സ്വകാര്യ എയർലൈൻസാണ് ടർബോ മേഘ എയർലൈൻസ്. ഡിജി യാത്ര വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായുള്ള ബയോമെട്രിക് അധിഷ്ഠിത ഡിജിറ്റൽ പ്രക്രിയയാണ് ഡിജി യാത്ര. ലൈഫ് ലൈൻ ഉഡാൻ മെഡിക്കൽ ഉപകരണങ്ങൾ, PPE കിറ്റുകൾ, ടെസ്റ്റ് കിറ്റുകൾ, അവശ്യ വസ്തുക്കൾ എന്നിവയുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ്. സ്ലോഗൻസ്: എയർ ഇന്ത്യ, യുവർ പാലസ് ഇൻ ദ സ്കൈ; ജെറ്റ് എയർവേസ്, ദ ജോയ് ഓഫ് ഫ്ലൈയിങ്; എയർ ഡെക്കാൻ, സിംപ്ലി ഫ്ലൈ; എയർ ഏഷ്യ, നൗ എവരിവൺ ക്യാൻ ഫ്ലൈ; എയർ ഇന്ത്യ എക്സ്പ്രസ്, സിംപ്ലി പ്രൈസ്ലെസ്; സ്പേസ് ജെറ്റ്, ഫ്ലൈയിങ് ഫോർ എവരിവൺ. ഇന്ത്യയിലെ വ്യോമയാന മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ: എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. സ്ഥാപിതമായത് 1995 ഏപ്രിൽ 1. നിലവിലെ ചെയർമാൻ സഞ്ജീവ് കുമാർ. ഇന്ത്യയിലെ വ്യോമഗതാഗത മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും അനുബന്ധ ഉത്തരവാദിത്തങ്ങളും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുടെ കീഴിൽ വരുന്നു. നിലവിൽ DGCA അരുൺകുമാർ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ കമ്പനി പവൻ ഹാൻസ് ആണ്. പർവ്വത പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് പവൻ ഹാൻസ്. പെട്രോളിയം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ ഹെലികോപ്റ്റർ സേവനം ലഭ്യമാക്കുന്നത് പവൻ ഹാൻസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ISO 9001-2000 അംഗീകൃത ഏവിയേഷൻ കമ്പനിയാണ്. ആസ്ഥാനം നോയിഡ, ഉത്തർപ്രദേശ്. IATA എയർപോർട്ട് കോഡ് ഘടന പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. എയർപോർട്ട്സ് കൗൺസിൽ
ഇൻ്റർനാഷണൽ ACI ആണ്. ആഗോള വ്യോമയാന മേഖലകളിൽ വിവിധ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളുടെ സുരക്ഷിതവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ട് സ്ഥാപിതമായ സംഘടനയാണ് ACI. കാനഡയിലെ മോൺട്രയലിലാണ് ACIയുടെ ആസ്ഥാനം. സ്ഥാപനങ്ങൾ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, അമേഠി, ഉത്തർപ്രദേശ്; രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി, അമേഠി, ഉത്തർപ്രദേശ്; രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി, തിരുവനന്തപുരം; നാഷണൽ ഫ്ലൈയിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗോണ്ടിയ, മഹാരാഷ്ട്ര; സിവിൽ ഏവിയേഷൻ ട്രെയിനിംഗ് കോളേജ്, അലഹബാദ്, പ്രയാഗ്രാജ്; ഫയർ ട്രെയിനിംഗ് സെൻറ്റർ, ന്യൂഡൽഹി; നാഷണൽ എയർസ്പേസ് ലബോറട്ടറി, ബാംഗ്ലൂർ; നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച്, ഡൽഹി; ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്; ഇന്ത്യയുടെ പ്രതിരോധ മേഖലകളിലുള്ള പ്രധാന നിർമ്മാണ കേന്ദ്രം ഹാൾ ആണ്. HALൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ദേശീയ വിമാനത്താവളങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം, 4 എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുഷോക്ക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളം. ഇന്ത്യയിൽ നീളത്തിൽ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ എയർപോർട്ടായിട്ട് നിർമ്മാണത്തിലിരിക്കുന്നത് ലേ എയർപോർട്ടാണ്. കാർബൺ ന്യൂട്രൽ പദ്ധതി നേടിയ ഏഷ്യ പസഫിക് മേഖലകളിലെ ആദ്യ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. രണ്ടാമത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ് 2021 റാങ്കിങ്ങിൽ ലോകത്തെ മികച്ച എയർപോർട്ടുകളിൽ ലിസ്റ്റിൽ 45-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ദക്ഷിണേന്ത്യയിൽ പാരലൽ റൺവേസ് നിലവിൽ വന്ന ആദ്യ എയർപോർട്ട് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി കടൽപ്പാലത്തിലുള്ള റൺവേ സ്ഥാപിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിലാണ്. വീൽചെയർ ലിഫ്റ്റ് സംവിധാനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ പ്രവർത്തന സജ്ജമായ 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ് എയർപോർട്ട്. സിക്കിമിലെ ആദ്യത്തെ വിമാനത്താവളം നിലവിൽ വന്നത് പാക്യോങ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ വേൾഡ് വോയിസ് ഓഫ് ദ കസ്റ്റമർ അവാർഡ് നേടിയ വിമാനത്താവളം കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ത്യയിലെ റൺവേയുടെ ആദ്യ താഴെ നാഷണൽ ഹൈവേ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ എയർപോർട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട്, വാരണാസി. ഏത് കാലാവസ്ഥയിലും വിമാനങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന അപ്രോച്ച് ലൈറ്റനിങ് സിസ്റ്റമാണ് റൺവേയിൽ സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എയർപോർട്ട് ആസ് വെന്യൂ ഫോർ സ്കിൽഡ് ആർട്ടിസൻസ് ഓഫ് ദ റീജിയൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമീബ് മാർക്കറ്റ് പ്ലേസ് നിലവിൽ വന്ന എയർപോർട്ടാണ് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അരുണാചൽ പ്രദേശിലെ ഹോളോങ്കി ഗ്രീൻഫീൽഡ് വിമാനത്തിന് നിർദ്ദേശിച്ച പുതിയ പേര് ധോണി പോളോ എയർപോർട്ട്. ഇന്ത്യയിൽ ആദ്യമായി ഹെലി ടാക്സി സർവീസ് നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരാണ്. എയർ ടാക്സി സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2021 മെയ്യിൽ പ്രവർത്തന സജ്ജമായ അസമിലെ വിമാനത്താവളം റുപ്സി എയർപോർട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിൽ വൈഫൈ സൗകര്യം നൽകിയ എയർലൈൻ സർവീസാണ് വിസ്താര. കേന്ദ്ര സർക്കാർ അംഗീകൃത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായിട്ട് പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പ്രഖ്യാപിച്ചത് 2019 ഇന്ത്യയിലെ ആദ്യ ഏവിയേഷൻ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ബ്ലാക്ക് ബോക്സ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച് ആണ്. ബ്ലാക്ക് ബോക്സിൻ്റെ കണ്ടുപിടിച്ചത് ഡേവിഡ് വാറനാണ്. ബ്ലാക്ക് ബോക്സിന് മറ്റൊരു പേര് ഫ്ലൈറ്റ് ഡാറ്റ റിക്കോർഡർ എന്നാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം VDR ആണ്, വയോജ് ഡാറ്റ റെക്കോർഡർ. കോവിഡ് കാലത്ത് കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിന് തയ്യാറാക്കിയ പദ്ധതിയാണ് മിഷൻ സേഫ് ഗാർഡിംഗ്. ഈ പദ്ധതി സിയാലിനെ വിൻസ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹമാക്കി. ഇന്ത്യയിലെ ആദ്യ എയർലൈനായ ആകാശ എയർ ആദ്യ സർവീസ് നടത്തിയത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സിംഗിൾ റൺവേ എയർപോർട്ട് എന്ന റെക്കോർഡ് നേടിയത് ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്.
രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗ്രീൻഫീൽഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പാക്യോങ് എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് കാസി നസ്രുൽ ഇസ്ലാം എയർപോർട്ടാണ്. പഴയ പേര് പുതിയ പേര്: പോർട്ട് ബ്ലെയർ വിമാനത്താവളം, വീർ സവർക്കർ വിമാനത്താവളം, ഡംഡം വിമാനത്താവളം, സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, ആഗ്ര വിമാനത്താവളം, ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം, ഒഡീഷയിലെ ഝാർഗുഡ എയർപോർട്ട്, വീർ സുരേന്ദ്രസായ് വിമാനത്താവളം, അഗർത്തല വിമാനത്താവളം, മഹാരാജ ബീർ വിക്രം വിമാനത്താവളം, ഔറംഗാബാദ് വിമാനത്താവളം, ഛത്രപതി സംഭാജി മഹാരാജ് വിമാനത്താവളം. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച വിമാനത്താവളമാണ് ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂണിൽ. അയോധ്യ വിമാനത്താവളം ഉത്തർപ്രദേശ്. മര്യാദ പുരുഷോത്തം ശ്രീറാം എയർപോർട്ട്. സഹോർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഊർമിള കെ പരീഖാണ്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യ വനിതാ പൈലറ്റാണ് ദുർബ ബാനർജി. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് പ്രേം മാത്തൂർ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൈത്രി പാട്ടേലാണ്. 19 വയസ്സ്, ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ട്രാൻസ്മാൻ ആദം ഹാരി, കേരളം. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ: ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൌവിലാണ്. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തി. സർദാർ പാട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. ബജ്പേ വിമാനത്താവളം മാംഗ്ലൂർ, കർണാടക. കൽബുർഗി വിമാനത്താവളം കൽബുർഗി, കർണാടക. ഛത്രപതി ശിവജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലാണ്. സ്വാമി വിവേകാനന്ദൻ അന്താരാഷ്ട്ര വിമാനത്താവളം റായ്പൂരാണ്. ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂരാണ്. ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സറാണ്. ദേവി അഹല്യാബായി ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം ഇൻഡോർ. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസി. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂര്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം പോർട്ട് ബ്ലെയർ. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. വിമാനത്താവളം സീറോ, അരുണാചൽ പ്രദേശ്. ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം പാട്ന. ദബോലി വിമാനത്താവളം ഗോവ. കുശോക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം ലേ ലഡാക്ക്. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഭുവനേശ്വറാണ്. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂരാണ്. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്ങിലാണ്. തുലിഹോൾ വിമാനത്താവളം ഇംഫാലിലാണ്. മീനംബാക്കം അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈയിലാണ്. ഹാൾ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്ര. അഗത്തി എയർപോർട്ട് ലക്ഷദ്വീപ്. കുറച്ച് ക്വസ്റ്റ്യൻ പൂളാണ്, നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയിൽ ഉൾപ്പെട്ടിട്ടുള്ള മഹാനഗരങ്ങൾ ഏതെല്ലാം? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. DMCK. ഇനി ഉൾനാട് ജലഗതാഗത അതോറിറ്റി ഇന്ത്യയിലെ ജലപാതകളിൽ ചിലതിനെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ഈ ജലപാതകൾ? നാഷണൽ വാട്ടർവേ 1 ആണ്. ഗംഗാനദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 2 ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 ആണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് 205 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 4 ആണ്. ഗോദാവരി കൃഷ്ണ നദികളിൽ ചേർന്ന് കക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലാണ്. അടുത്തതായിട്ട് അന്തരീക്ഷ ഘടനയാണ് നമ്മൾ നോക്കുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പ് അറിയപ്പെടുന്നത് അന്തരീക്ഷം എന്നാണ്. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. അന്തരീക്ഷ സംരചന: വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം, നീരാവി. അന്തരീക്ഷ സംരചന: ഭൂമിക്ക് ചുറ്റും ഒരു ചതുപ്പ് പോലെ നിലകൊള്ളുന്ന അന്തരീക്ഷത്തിൻ്റെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. വാതകങ്ങൾ ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്.
അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് 78.08%. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ്. അന്തരീക്ഷ വായുവിലെ വാതകങ്ങൾ അന്തരീക്ഷ വാതകങ്ങൾ യൂണിറ്റ് വ്യാപ്തം ശതമാനത്തിൽ. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.037%, ഓസോൺ 0.01%, നിയോൺ 0.002%, ഹീലിയം 0.0005%, ക്രിപ്റ്റോൺ ആണെങ്കിൽ 0.0001 ഹൈഡ്രജൻ 0.0005, സിനോൺ ആണെങ്കിൽ 0.0009. ഇനി അന്താരാഷ്ട്ര അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിൽ വരെ മാത്രമേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലബാഷ്പത്തിൻ്റെയും സാന്നിധ്യമുള്ളൂ. ഭൂമിയിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പൊടിപടലങ്ങൾ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്ന മാർഗ്ഗങ്ങൾ: കാറ്റിലൂടെ, ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നത്, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, കാട്ടുതീ ഉണ്ടാകുന്ന ചാരം. ജലാംശം. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ. ഉയരം കൂടുന്തോറും ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന മാർഗ്ഗങ്ങൾ: സൂര്യതാപം, സസ്യസ്വേദനം, ശ്വസനം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലാംശമാണ് ആർദ്രത. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. ആർദ്രത അളക്കുന്നതിനുള്ള ആർദ്രമാപിനി എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ കൂടുതലും കാണുന്നു. ഉപരിതല ജലസ്രോതസ്സുകളായിട്ടുള്ള സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. അന്തരീക്ഷ പാളികൾ. വ്യത്യസ്ത സാന്ദ്രതയും താപനിലയിലുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. ഹോമോസ്ഫിയർ. വാതക സംരചനയിൽ ഐക്യരൂപത്തിലുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഹോമോസ്ഫിയറിൻ്റെ ഉയരം 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. ഹെറ്ററോസ്ഫിയർ. ഹെറ്ററോസ്ഫിയറിന് 90 കിലോമീറ്റർ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ പാളികളായിട്ട് കാണപ്പെടുന്നതുമായിട്ടുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ 5ആയി തിരിക്കുന്നു: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം സംയോജന മേഖല. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്, ഏകദേശം 18 കിലോമീറ്റർ. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്താണ്, വേനൽക്കാലത്ത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ട്രോപ്പോപോസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് മുകളിൽ ട്രോപ്പോപോസിൻ്റെ ഏകദേശ താപനില 80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശത്ത് 45 ഡിഗ്രി സെൽഷ്യസുമാണ്. ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം. ഭൗമാന്തരീക്ഷത്തിലെ പിണ്ഡത്തിൻ്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയർന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവിക്കുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നത് സമതാപ മേഖല. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ നാട്രിയസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസ് ആണ്.
തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം ഇവിടെ സാധ്യമാക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല സ്ട്രാറ്റോപോസ് ആണ്. ട്രോപ്പോപാസിന് മുകളിലായിട്ട് 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്തിക്കാതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. അന്തരീക്ഷത്തിലെ ഉയർന്ന ഭാഗങ്ങളിൽ പാളിയായിട്ട് ഓസോൺ വാതകം ക്രമീകരിച്ചിരിക്കുന്നതിന് അറിയപ്പെടുന്നത് ഓസോൺ രൂപീകരണം. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി അറിയപ്പെടുന്നത് 20 to 50 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓസോണിൻ്റെ നിറം നീല നിറമാണ്. ഓസോൺ തന്മാത്രാവാക്യം O3 ആണ്. ഓസോൺ പാളി നാശനത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങളാണ്. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് സബ്സൺ ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺബെയിൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്രൂയിസൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകുന്നത് GMB ഡോപ്സൺ ആണ്. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലി ബേ, അന്റാർട്ടിക്ക, 1913. ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നിംബസ് 7 ആണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചത് 1987 സെപ്റ്റംബർ 16 വിയന്നയിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ചിട്ടാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ നടപ്പിലാക്കുന്ന അന്റാർട്ടിക്കയ്ക്ക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? STEC, തിരുവനന്തപുരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയെ ഓസോണീകരണം എന്ന് പറയുന്നു. ഓസോൺ സുഷിരം റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയ ക്ലോറോഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഓരോ ക്ലോറിൻ മാറ്റത്തിനും 100,000 ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ട് കണക്കാക്കുന്നു. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയാണ് നെല്ല്. മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയറിലെ ശരാശരി താപനില 85 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്നത് നോക്തിലൂസൻ്റെ മേഘങ്ങളാണ്. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം ഘർഷണമാണ്. മീസോസ്ഫിയറിൽ മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് മീസോപോസ് എന്നാണ്. മീസോപോസിനെയും തൊട്ടടുത്ത് പാളിയായിട്ടുള്ള മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപോസ് ആണ്. മീസോസ്ഫിയർ ഭൂമിയിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അറിയപ്പെടുന്ന മണ്ഡലം താപനില 80 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്ന അന്തരീക്ഷ പാളിയാണ്. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിൽ മേഘങ്ങളായ നോക്തിലൂസൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഉൽക്കാവർഷത്തിന് പ്രദേശം എന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ ഘർഷണത്തിൽ കത്തിയേരുന്ന പാളിയാണ്. തെർമോസ്ഫിയർ. മീസോസ്ഫിയറിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം തെർമോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് അൾട്രാവയലറ്റ് എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അയോണീകരണം. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖലകളിൽ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ആഴത്തിലുള്ള ഭാഗം അറിയപ്പെടുന്നത് റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ കാർബൺ രേഖയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും 100 മുതൽ 100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗം കാർബൺ രേഖയ്ക്ക് ആ പേര് നൽകിയത് തിയോഡോർ വാൻ കാർബൺ എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ്. അന്തരീക്ഷത്തിലെ മേൽപ്പാളിയെപ്പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ദ അപ്പർ അറ്റ്മോസ്ഫിയർ ആണ്. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന
ഗ്രന്ഥം രചിച്ചത് SK മിത്രയാണ്. അയനോസ്ഫിയർ പാളിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യക്കാരൻ SK മിത്രയാണ്. അയനോസ്ഫിയറിനെ പഠിക്കാനായി IIT മുംബൈ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം പ്രഥമാണ്. എക്സോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. സംക്രമണ മേഖലകൾ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മേഖലകൾ. ട്രോപ്പോപോസ്, സ്ട്രാറ്റോപോസ്, മീസോപോസ്. SCERT ക്വസ്റ്റ്യൻ ബോർഡ് നോക്കാം. സമുദ്രനിരപ്പിൽ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന് നേർമുകളിൽ 330 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ താപം എത്രയായിരിക്കും? ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. 330/165 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞാൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടാവുക. അപ്പം 330/165 എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 2 കിട്ടുന്നത്. അപ്പോൾ 2 കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടെ ഉണ്ടായിരുന്ന താപം. ഇനി ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിൻ്റെ വ്യാപ്തി താഴെ പറയുന്നവയിൽ ഏത്? 0 to 90 കിലോമീറ്റർ വരെയാണ്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മളുടെ ജോഗ്രഫി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിലെ ഭാഗമാണ് നോക്കാം. പഴമൊഴികളാണ് പഴഞ്ചൊല്ലുകൾ. തമിഴ് ഭാഷകളിൽ മുതുമൊഴികൾ എന്നാണ് പറയാറുള്ളത്. ജനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള വാമൊഴി രൂപങ്ങളാണവ. ഭാഷാപരവും ബുദ്ധിപരവുമായിട്ടുള്ള വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനുഭവജ്ഞാനവും ജീവിത പരിചയവും അവയിൽ പകർന്നിരിക്കും. വിജ്ഞാനപ്രദമായ ലഘുവാക്യങ്ങളാണവ. നിത്യസംഭാഷണ വേളകളിലാണ് പഴഞ്ചൊല്ലുകളുടെ പ്രയോഗം കൂടുതലും കാണപ്പെടുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ദൃഷ്ടാന്തം എന്ന നിലയിൽ അവ പ്രവർത്തിക്കും. പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന പഴഞ്ചൊല്ല് നോക്കുക. ഒരു കുടുംബത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിന് വിപരീതമായി ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി ഈ പഴമൊഴി പ്രയോഗിക്കാം. ഈ സന്ദർഭത്തിൽ അതിന് അർത്ഥം പ്രകാശിപ്പിക്കാൻ എത്രമാത്രം ശക്തിയുണ്ടെന്ന് അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ് പഴഞ്ചൊല്ലുകളുടെ വിഷയങ്ങൾ. തൊഴിൽ, കാർഷിക വൃത്തി, ഗൃഹജീവിതം, വൈദ്യം, പ്രകൃതി തുടങ്ങിയവയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് പഴമൊഴിയുമായി ബന്ധം കാണാം. കൃഷിയും നായാട്ടും പഴയ കാലം തൊട്ടേ ജീവിത ബന്ധമുള്ളവയാണ്. മുളയിലറിയാം വിള, നിലമറിഞ്ഞ് വിത്തിടണം, വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്നിവ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. എന്നാൽ ഇത്തരം മൊഴികളിൽ വ്യംഗ്യമായൊരർത്ഥം ഉണ്ടാകും. സംഭാഷണ വേളയിൽ ആ അർത്ഥത്തിനാണ് പ്രാധാന്യം. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴമൊഴി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. വേവുവോളം നിന്നാൽ തണിയുവോളം നിൽക്കണം, ചട്ടുക മെന്ത് സോതറിഞ്ഞ് എന്നിവ ഗൃഹസംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഉണ്ടായിട്ടുള്ളവയാണ്. ഐക്യം, ക്ഷേമം, സ്ഥിരത തുടങ്ങിയവയെ സംബന്ധിച്ച് പഴമൊഴികളിൽ ചിലതാണ്. പലതുള്ളി പെരുവെള്ളം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്നിവ ദുർമോഹം, അതിസാമർഥ്യം, കൂറുമാറ്റം, ചതി തുടങ്ങിയ ദോഷങ്ങളെ വെളിപ്പെടുത്തുന്ന പഴമൊഴികളുണ്ട്. കാക്കയുടെ വായിലെ അട്ടശാവോ എന്ന മൊഴിയിൽ അതിസാമർഥ്യമുള്ളവൻ ഒടുവിൽ അപകടത്തിലാണ് പെടുക എന്ന ആശയമാണ് പ്രകാശിപ്പിക്കുന്നത്. തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും എന്നത് കണ്ടാൽ നല്ലത് തിന്നാനാക, അടുത്തവരെ കെടുത്തരുത്, വടി കൊടുത്ത് അടി വാങ്ങരുത്, കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം എന്നിങ്ങനെ ഉപദേശമോ അനുശാസനമോ തത്വങ്ങളോ അടങ്ങുന്ന ലഘുവാക്യങ്ങളാണ് പഴഞ്ചൊല്ലിൻ്റെ രൂപത്തിൽ കാണാറുള്ളത്. ഭാവിയിലേക്ക് കരുതി വയ്ക്കണമെന്ന് കരുതുന്നവ താളബന്ധമാക്കുക എന്നത് മനുഷ്യ സ്വാഭാവികമാണ്. മിക്ക പഴഞ്ചൊല്ലുകൾക്കും ഈ പ്രത്യേകത കാണാം. കവിതയുടെ പ്രാരംഭകാലത്തെയാണ് അവ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ കൊച്ചു കവിതകളായും രൂപഭംഗിയും അർത്ഥപുഷ്ടിയും ഉള്ളവയാണ്. ലോക സ്വഭാവം മിതവും സാരവുമായിട്ട് വെളിപ്പെടുത്തുവാൻ അവയ്ക്ക് കഴിയുന്നു. അന്നവിചാരം, മുന്നവിചാരം, ഞാറുറച്ചാൽ ചോറുറച്ചു, അരച്ചൻ വീണാൽ പടയില്ല എന്നിങ്ങനെ താളവും ഈണവും ഒത്തിണങ്ങിയ മൊഴികൾ പഴഞ്ചൊല്ലുകളിൽ കാണാൻ കഴിയും. വിത്തായം ചെന്നാൽ പത്തായം നിറയും, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും, ഏറിപ്പോയാൽ പോകും എന്നിങ്ങനെ ഈ രണ്ട് ഖണ്ഡങ്ങൾ അടങ്ങുന്ന പഴമൊഴികളുണ്ട്. തോണി കടന്നാൽ തുഴ വേണ്ട, അഹങ്കരിച്ചാൽ മുഖം കറുക്കും, സമ്പത്തുകാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപ്പത്തു തിന്നാം, ചാക്കോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും എന്നിങ്ങനെ വിവിധ ചൊൽവടിവുകൾ ഉൾക്കൊള്ളുന്ന പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിൽ കുറവല്ല. ചില പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥങ്ങളും നേരു പറഞ്ഞാൽ നേരത്തെ പോകാം, വളച്ചുകെട്ടില്ലാതെ പ്രവർത്തിക്ക് ഫലം എളുപ്പം ലഭിക്കും, തിരുവായ്ക്ക് എതിർവായില്ല, അലംഘനീയമായ വാക്ക്, അധികാരമുള്ളവരുടെ വാക്കുകൾ എതിർവാക്കല്ല. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പരിണത ഫലം അറിഞ്ഞിരിക്കണം. പരിണത ഫലമാണ്. അതും കൂടി ഒന്ന് നോക്കി വെക്കുക. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. മുൻ അനുഭവം അത് പ്രവർത്തിക്കും. ഏത് പ്രവർത്തിക്കും ഒരു മുൻകരുതലാണ്. കൊതിച്ചത് വര, വിധിച്ചതേ വരൂ.
ആഗ്രഹിച്ചതൊന്നും ലഭിച്ചെന്നും മറ്റൊന്നും ആഗ്രഹിക്കുന്നത് പോലെ നടക്കില്ല, വിധിയെ പോലെയേ വരൂ എന്നതാണത്. ഇനി കൊത്തിക്കൊണ്ട് പറക്കാനും പാടില്ല, വെച്ചുകൊണ്ട് തിന്നാനും പാടില്ല, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. സ്വീകരിക്കാനും ഉപേക്ഷിക്കുവാനും കഴിയാത്ത അവസ്ഥ. അരജനെ കൊതിച്ചു പുരുഷനെ വെടിഞ്ഞവൾക്കരജനുമില്ല പുരുഷനുമില്ല. ഉള്ളത് നഷ്ടപ്പെടുത്തി ഇല്ലാത്തത് ആഗ്രഹിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഇനി പുരയ്ക്കു മീതെ വെള്ളം വന്നാൽ അതുക്കും മേലെ തോണി. ഏത് സാഹചര്യത്തെയും സ്വീകരിക്കാനുള്ള നേരിടാനുള്ള മനസ്സ്. തല മറന്നെണ്ണ തേക്കരുത്, അവസ്ഥയറിയാതെ പ്രവർത്തിക്കരുത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. കാര്യപ്രാപ്തിയുള്ളവർക്ക് ആവേശങ്ങൾ വേഗം നേടിയെടുക്കും. പോസിറ്റീവ് അർത്ഥത്തിലും നെഗറ്റീവ് അർത്ഥത്തിലും പ്രയോഗിക്കാനുള്ള ചൊല്ലാണിത്. ആലിൻകായ് പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട്. ആഗ്രഹിച്ച കാര്യം വരുമ്പോൾ സാഹചര്യം അനുകൂലമാകാതിരിക്കുക. തേങ്ങ വത്തരച്ചാലും താളല്ലേ കറി. അടിസ്ഥാന സ്വഭാവം എത്ര പരിഷ്കരിച്ചാലും മാറില്ല. ഇനി പഠിക്കൽ കലം ഉടയ്ക്കരുത് എന്നാണ് കേട്ടോ. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കവേ അവസാന നിമിഷം എല്ലാം തെറ്റുക. പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ല. പണമുണ്ടെങ്കിൽ എത്ര ഉയരത്തിലും എത്താം. പണമുണ്ടെങ്കിൽ ഏത് അധികാരവും വിലയ്ക്ക് വാങ്ങാം. എല്ലാത്തിനും വലുത് പണമാണ്. എണ്ണക്കൂടത്തിൽ എലിയെ തപ്പുക, ആസ്ഥാനത്ത് അന്വേഷിക്കുക. എണ്ണ ചുട്ട അപ്പം പോലെ പരിമിത വസ്തു. മച്ചിപ്പയ്യനെ തൊഴുത്തുമാറ്റി കെട്ടിയിട്ടാൽ എന്തു കാര്യം. ഫലം ലഭിക്കില്ല എന്നുറപ്പായിട്ടും വെറുതെ ശ്രമിക്കുക. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക. അപകടത്തിൽ പെട്ടവന് വീണ്ടും അപകടമുണ്ടാവുക. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക. കഴിഞ്ഞു പോയതിൻ്റെ മഹത്വം പരിശോധിക്കുക. മുറിവൈദ്യൻ ആളെ കൊല്ലും. അല്പജ്ഞാനം ആപത്താണ്. വേല ചെയ്യണം, വിയർക്കണം. ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം പറ്റണം. ആ വിദ്യ മനസ്സിലിരിക്കട്ടെ. ആശയത്തോട് യോജിക്കുന്ന ചൊല്ലേത്. കൈ നനയാതെ മീൻ പിടിക്കുക. കൈയാടിയാലേ വായാടൂ. അധ്വാനത്തിൻ്റെ മഹത്വം. 2 കരങ്ങൾ 1000 ധീരഹസ്തങ്ങളായി മാറി. നിൻ നിർജീവ വാരിയെ കോരി കഴുകിയെടുത്ത് പോൽ. വരികളുടെ ആശയത്തോട് യോജിക്കുന്ന പഴഞ്ചൊല്ല്. ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇനി ധ്വനിയാണ് നോക്കാം. വാച്യാർത്ഥത്തേക്കാൾ കൂടുതൽ ചമൽക്കാര വ്യംഗ്യാർത്ഥത്തിന് വരുന്നതാണ് ധ്വനി എന്ന് പറയുന്നത്. കാവ്യത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വാക്യാർത്ഥം വാച്യാർത്ഥത്തെ അതിശയിപ്പിക്കുമ്പോൾ മാത്രമേ ഒരു കാവ്യം ധ്വനി പ്രധാനം ആകുന്നുള്ളൂ. കവിതയുടെ രൂപരഹസ്യാന്വേഷണമാണ് ധ്വനി എന്ന് പറയുന്നത്. ധ്വനിയെ 3 തരംതിരിച്ചിരിക്കുന്നു. അഭിധ, ലക്ഷണ, വ്യഞ്ജന. ശബ്ദവ്യാപാരങ്ങൾ. പി. കുഞ്ഞിരാമൻ നായരുടെ പ്രസിദ്ധമായ വരികൾ തന്നെയാണ് ആകട്ടെ ഉദാഹരണം. ഓണത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ വരികളാണിവ. അൻപിൽ ഉറുമ്പുകൾക്കാകമാനം തുമ്പകൾ ചോറ് വിളമ്പി നിന്നു. ശബ്ദങ്ങൾ അൻപ്, ഉറുമ്പ്, തുമ്പകൾ, വിളമ്പി. ശബ്ദ ഭംഗിയുണ്ട്. പക്ഷേ ഈ ശബ്ദങ്ങളൊന്നും തന്നെ സാധാരണ അർത്ഥം കാണിക്കുന്നില്ല. അർത്ഥം ഉറുമ്പുകൾക്ക് സ്നേഹത്തോടെ തുമ്പപ്പൂക്കൾ ചോറ് വിളമ്പി എന്നതാണ് വാച്യാർത്ഥം. പക്ഷേ തുമ്പപ്പൂക്കൾ പൂത്തു എന്നതാണ് സൂചന. സാധാരണ അർത്ഥത്തെ മറികടക്കുന്നു. ധ്വനി ഉറുമ്പുകൾക്ക് പോലും അൻപോടെ ചോറ് വിളമ്പുന്ന പ്രകൃതി ദേവിയുടെ കാരുണ്യമാണ് ധ്വനി. ഈ ധ്വനി സഹൃദയന് ആഹ്ലാദം ഉളവാക്കുന്നു. അപിത എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ മുഖ്യമായ അർത്ഥം ആദ്യം തോന്നുന്ന അർത്ഥമാണ്. ലക്ഷണം എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിന് തടസ്സം നേരിടുമ്പോൾ ബന്ധപ്പെട്ട അർത്ഥം പ്രകാശിപ്പിക്കുന്ന ശബ്ദ വ്യാപാരമാണ്. സമരം പുല്ലാണ്, മനസ്സ് കല്ലാണ്, സ്വർണം വിളയുന്ന മണ്ണാണ്, അവൻ ഒരു കഴുതയാണ്. വ്യഞ്ജന എന്നതിൽ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം അഭിധ ലക്ഷണം കൊണ്ട് സ്വീകരിക്കേണ്ട അർത്ഥം ലക്ഷണം. ഇവ രണ്ടിനെയും മറികടക്കുന്ന കാവ്യ വ്യാപാരമാണ് വ്യഞ്ജന. വാച്യത്തിൻ്റെയും വ്യംഗ്യത്തിൻ്റെയും അനുപാതമനുസരിച്ച് കാവ്യങ്ങളെ ഉത്തമം, മധ്യമം, അധമം എന്ന് കൽപ്പിക്കുന്നു. ഉത്തമം ധ്വനി പ്രധാനം, വാച്യം കുറവ്, വ്യംഗ്യം മുന്നിൽ നിൽക്കുന്നത്. മധ്യമം വ്യംഗ്യം പ്രധാനം തന്നെ, പക്ഷേ വ്യാജ്യ ഭംഗിയുണ്ട്. ഇത്തരം കാവ്യങ്ങൾക്ക് ഗുണിഭൂത വ്യംഗ്യ കാവ്യങ്ങൾ എന്ന് പറയുന്നു. അധമം വാച്യം മാത്രം, വ്യംഗ്യം ഇല്ല. വർണ്ണന പ്രധാനമായും കാവ്യമായും ചിത്രകാവ്യമായും ഈ ഗണത്തിൽപ്പെടും. അവതാരണം ഗദ്യം, അവതരണം പദ്യം. അവതാരണം എന്നാൽ അർത്ഥഗ്രഹണം. ഒരു ഗദ്യഭാഗമോ പദ്യഭാഗമോ വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആശയം മനസ്സിലാക്കുകയാണ് അവതാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അവതാരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തന്നിരിക്കുന്ന ഗദ്യഭാഗമോ പദ്യഭാഗമോ പല പ്രാവശ്യം വായിക്കുക. പ്രധാനാശയം ഏതെന്ന് കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നിരിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി വായിക്കുക. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ ഓർത്തുവയ്ക്കുക. അതിനുശേഷം സ്വന്തം വാക്യങ്ങളിൽ ലളിതമായ ഭാഷയിൽ ഉത്തരം എഴുതുക. അവതാരണം ഗദ്യം. താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് അതിന് അടിയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കവിത വായനക്കാരൻ്റെ അബോധതലത്തിൽ തരംഗങ്ങൾ ഉണർത്തുന്ന കലാരൂപമാണ്. യുക്തിയുടെ കർക്കശമായ ആധിപത്യമുള്ള ബോധമനസ്സുമായി അത് ബന്ധപ്പെടുന്നില്ല. കേവല യുക്തിയുടെയും പ്രത്യക്ഷ യാഥാർത്ഥ്യത്തിൻ്റെ വിപരീത സ്വഭാവങ്ങളാണ് കാവ്യഭാവന പലപ്പോഴും പ്രദർശിപ്പിക്കപ്പെടുന്നത്. ചിലപ്പോൾ കവിതയുടെ ഉപരിതലങ്ങൾ ജീവിത മുഹൂർത്തങ്ങളായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുമെങ്കിലും ആസ്വാദന വേളയിൽ കവിയുടെ ആന്തരിക തലങ്ങൾ ബോധമനസ്സിൻ്റെ നിശിതമായിട്ടുള്ള കണ്ണുകൾ വെട്ടിച്ച് ഉള്ളിലേക്ക് കടന്ന് അബോധമണ്ഡലവുമായി സംവദിക്കുന്നു. കവിതയിലെ പദഘടനയും പ്രതീകങ്ങളും മാസ്മരകാന്തിയുള്ള
മാസ്മരഗാന്ധിയുള്ള താളവുമാണ് മനസ്സിൻ്റെ ഇരുതലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഒറ്റ വായനയിൽ തന്നെ വായനക്കാരൻ്റെ മനസ്സിനെ ബാഹ്യതലത്തിലെ ആവേശഭരിതമാക്കുന്ന കവിതകൾക്കുള്ളിൽ കടക്കുന്നില്ല. അതു നാം വേഗതയിൽ മറക്കുന്നു. എന്നാൽ ആദ്യ വായനയിൽ നമ്മെ കുഴക്കുകയും വഴുതിപ്പോവുകയും ചെയ്യുന്ന കവിതകളിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മൗലിക ഭാവങ്ങളും നിഗൂഢതകളും തെളിഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. നമുക്ക് തന്നെ പൂർണ്ണമായും കെട്ടഴിക്കുവാൻ കഴിയാത്ത അപൂർവമായതും അനാദിയായതുമായ വികാരങ്ങളുടെയും അനുഭൂതികളുടെയും ഉറവിടങ്ങളിലേക്ക് അപ്പോൾ മനസ്സ് വീഴുകയാണ്. കവിത വായനക്കാരൻ്റെ അബോധത്തിലെ ചോദനകളെയും വികാര ഗ്രന്ഥികളെയും ഉണർത്തുകയാണ്. നമ്മിൽ തന്നെയുള്ള ചില ഭാവങ്ങളും ആഴത്തിൽ സ്പർശിച്ചു പോകുമ്പോൾ നാം സ്വയം അറിയുന്നു. ആത്മദർശനത്തിന് പ്രേരിപ്പിക്കുന്ന ഉണർത്തുപാട്ടാണ് കവിത. അങ്ങനെ കാവ്യാസ്വാദനത്തിലൂടെ പുനർജന്മം നാം നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മിൽ തന്നെയുള്ള ചില ഭാവങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ചോദ്യങ്ങൾ: ഈ ലേഖന ഭാഗത്തെ കേന്ദ്രാശയം എന്താണ്? അത് കവിതാസ്വാദനമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കവിത പൊരുത്തപ്പെടാത്തത് എന്തുമായിട്ടാണ് എന്നാണ് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത്. കവിത പൊരുത്തപ്പെടാത്തത് എന്തുമായിട്ടാണ്? യുക്തിയുടെ കർക്കശമായ ആധിപത്യമുള്ള ബോധമനസ്സുമായിട്ടാണ് കവിത പൊരുത്തപ്പെടാത്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഏത് തരത്തിലുള്ള കവിതയാണ് വായനക്കാരനെ ആഴത്തിൽ സ്പർശിക്കുന്നത്? ആവർത്തിച്ച് വായിക്കുമ്പോൾ വായനക്കാരൻ്റെ അബോധ മനസ്സിൻ്റെ തരംഗങ്ങൾ ഉണർത്തുന്ന കവിതയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: മികച്ച കവിതയുടെ പ്രധാന ധർമ്മമായി എഴുത്തുകാരൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് എന്നാണ്? ആത്മദർശനത്തിന് പ്രേരിപ്പിക്കുന്ന ഉണർത്തുപാട്ടാവണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: മനസ്സിൻ്റെ ഇരുതലങ്ങളിലേക്ക് ഊളിയിറങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നാണ്. അതിൽ അഞ്ചാമത്തേൻ്റെ ആൻസർ വരുന്നത് കവിതയിലെ പദഘടനയും പ്രതീകങ്ങളും മാസ്മരഗാന്ധിയുള്ള താളവുമാണ്. അവതാരണം: പദ്യം. കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തൻ മടിത്തടത്തിൽ നിന്നിറങ്ങിപ്പോയി മക്കളമ്മയ്ക്കോ സ്വജീവിതം ശുഷ്കമായി വികലമായി. ശാന്തിയും വെളിച്ചവും പരത്തി തെങ്ങിൻ തോപ്പിൽ നീന്തുന്നു നിഴൽകളും തൂവയിൽ നാളങ്ങളും. വെറുതെ പോയി നിൽപ്പാണമ്മ കേൾക്കാനില്ലല്ലോ ചെറുകാൽ വെച്ചൊച്ചകൾ. വിരുദിൻ കൂട്ടച്ചിരി അന്തിക്കു നക്ഷത്രങ്ങൾ പൊന്തുമ്പോൾ പതിവ് പോലമ്മ കോലായി തൻ്റെ കൈ വിളക്കെരിയിക്കും. എങ്ങുപോയതിൻ ചുറ്റും മുദ്രസമാടി പാടി അങ്ങനെ തിമിർത്തവരെന്തിനു പിരിഞ്ഞുപോയി. ഇളകാതെന്തേ നിൽപ്പു പൈതലെ പഠിക്കുവാൻ വളരാൻ ക്ലേശിക്കുവാൻ വിളിക്കും വിശ്വം ഭീമം. ചോദ്യങ്ങൾ: ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: മക്കൾ അമ്മയുടെ മടിത്തട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അമ്മയുടെ ജീവിതം എങ്ങനെയായി എന്നാണ് ക്വസ്റ്റ്യൻ. ശുഷ്കവും വികലവുമായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ശാന്തിയും വെളിച്ചവും പരത്തി തെങ്ങിൻ തോപ്പിൽ നീന്തുന്നതെന്ത്? നിഴലുകളും തൂവയിൽ നാളങ്ങളും. വെറുതെ പോയി നിൽപ്പാണമ്മ കേൾക്കാനില്ലാത്തതെന്ത്? അതെന്താണ്? അത് കാലൊച്ചകൾ കൂട്ടച്ചിരിയാണ്. അന്തിക്കു നക്ഷത്രങ്ങൾ പൊങ്ങുമ്പോൾ അമ്മ എരിയിക്കുന്നതെന്താണ്? അത് കൈവിളക്കാണ്. ഇളകാതെ നിൽക്കുന്നത് എന്താണ്? വിശ്വം. അപ്പം ഇത്രയുമാണ് നമ്മളുടെ മലയാളത്തിൽ ഉള്ളത്. അപ്പം മലയാളവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 50 ദിവസത്തിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മൾ 42 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഓൾ.